ഈ രണ്ടാം LDF സർക്കാർ പ്രതീക്ഷക്കൊത്ത് ഉയർന്നില്ല എന്ന് താങ്കൾ പറയുകയുണ്ടായി. അത് എന്തടിസ്ഥാനത്തിലാണ് സർക്കാരിന്റെ ഈ പൊതുവെ തെരഞ്ഞെടുപ്പിന് മുന്നിലുള്ള പ്രവർത്തനങ്ങൾ വിലയിരുത്തിയാണോ പറഞ്ഞത്? പ്രാഥമികമായിട്ടുള്ള ഒരു വിലയിരുത്തൽ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളുടെ അഭിപ്രായത്തിൽ LDFനെ പറ്റി ഒരു പ്രതീക്ഷയുണ്ട് ജനങ്ങൾ. ആ പ്രതീക്ഷ ഒന്നാം സർക്കാർ നിറവേറ്റിയ ആ അളവിൽ നിറവേറ്റാൻ രണ്ടാം സർക്കാരിന് കഴിയാതെ പോയി. പ്രധാനപ്പെട്ട കാരണം സാമ്പത്തിക ഞെരുക്കമായിരുന്നു. ആ ഞെരുക്കമുണ്ടാക്കിയത് BJP ഗവൺമെൻറ്റാണ്. അന്ധമായ രാഷ്ട്രീയ വൈരാഗ്യം മൂലം കേന്ദ്ര BJP ഗവൺമെൻറ് ഇന്ത്യയിലെ ഏക ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കുകയായിരുന്നു ഈ കാലം മുഴുവനും. അതുകൊണ്ട് ഗവൺമെൻറ്റിന് ലക്ഷ്യമാക്കിയ പല കാര്യങ്ങളും ലക്ഷ്യമാക്കിയതുപോലെ നടപ്പിലാക്കാനായിട്ടില്ല. അതിൻ്റെ ഫലമായിട്ട് ജനങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ പെർഫോം ചെയ്യാൻ രണ്ടാം ഗവൺമെൻറ്റിന് കഴിയാതെ പോയി എന്നാണ് CPIയുടെ വിലയിരുത്തൽ. അതൊരു CPIയുടെ മാത്രം പ്രശ്നമല്ല, ജനങ്ങളുടെ വികാരമായിട്ട് അത് ബോധ്യപ്പെട്ടതും തെളിഞ്ഞതും തെരഞ്ഞെടുപ്പിലാണ്. തെരഞ്ഞെടുപ്പിൽ LDFന് വളരെ പ്രതീക്ഷിക്കാത്ത തോൽവിയുണ്ടായി. ആ തോൽവി എല്ലാ അർത്ഥത്തിലും അപ്രതീക്ഷിതമായിരുന്നു. ആ തോൽവിയുടെ പുറകിൽ ഞങ്ങളുടെ വിശ്വാസം ജനങ്ങൾ സ്നേഹപൂർവ്വം LDFന് ഒരു മുന്നറിയിപ്പേകി എന്നാണ്. ഇടതുപക്ഷ ഗവൺമെൻറ് ഇടതുപക്ഷത്തിൻ്റെ താല്പര്യങ്ങളെയും മൂല്യങ്ങളെയും നിലപാടുകളെയും വർഗതാല്പര്യങ്ങളെയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്നാണ് ജനങ്ങൾ ചിന്തിക്കുന്നത്. ആ വഴിക്ക് ഗവൺമെൻറ് പോകണമെന്ന് ഞങ്ങളുടെ ജനങ്ങൾ ഞങ്ങൾക്ക് മുന്നറിയിപ്പേകിയതാണ്. ആ പാഠം ഞങ്ങൾ പഠിക്കുന്നുണ്ട്. ഇത് CPI പഠിക്കും, CPM പഠിക്കും, LDF ആകെ പഠിക്കും. അതിൻ്റെ വെളിച്ചത്തിൽ LDF തിരുത്തൽ വരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകും. മരിച്ച ഒരാളുടെ പേര് പറയുന്നത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. ആ സംസ്കാരം BJP പഠിക്കണം. ആ BJP ഉത്തരം തൊട്ട് വേറൊരു കാര്യമുണ്ട്. പണ്ട് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ക്ഷണിക്കാതെ ആരോടും പറയാതെ പാകിസ്ഥാനിലെ പ്രസിഡന്റിൻ്റെ വീട്ടിൽ പോയി ഇരുന്നുണ്ണാൻ വേണ്ടി. അദ്ദേഹത്തിൻ്റെ പേര് നരേന്ദ്രമോദി എന്നാണ്. നരേന്ദ്രമോദി പാകിസ്ഥാൻ പ്രസിഡന്റ് വീട്ടിൽ എന്തിനു പോയി എന്ന് ക്ഷണമുണ്ടായില്ലല്ലോ. അവിടുത്തെ ഏതോ ഒരു ബന്ധുവിൻ്റെ മകൻ്റെയോ മകളുടെയോ കല്യാണത്തിൽ ഇരുന്നുണ്ണാൻ വേണ്ടി പോയതാണ്. അങ്ങനെ പോകുന്ന ഒരു പാർട്ടിയാണ് പറയുന്നത് മരിച്ച ഒരാളെപ്പറ്റി അനവധി പേര് ബന്ധപ്പെട്ടതിൽ ആ പേര് പരാമർശിച്ചു. അതൊരു മഹാപുത്രയെ പറയുന്ന BJPക്ക് വാസ്തവത്തിൽ രാവും പകലും അറിയില്ല. BJP ആരുടെയും കൂടെ കൂടും, ആരുടെയും കാല് പിടിക്കും, ആരുടെയും വീട്ടിൽ പോകും, ആരുടെയും വിരുന്നുണ്ണും. ആ BJP ഇതുപോലെ വളരെ കളിക്കുകയും ചെയ്യും. അതാണ് BJP. അത് ബാങ്ക് എംപ്ലോയീസിന് മനസ്സിലാക്കാൻ പറ്റും. ഈ താങ്കൾ പറഞ്ഞു ജനങ്ങൾ സ്നേഹത്തോടെ നൽകിയ ഒരു മുന്നറിയിപ്പാണ് എന്ന് പറഞ്ഞു. സ്വാഭാവികമായി അങ്ങനെ ഒരു മുന്നറിയിപ്പ് നൽകണമെങ്കിൽ സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നല്ല. ഞാൻ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ എല്ലാം ഉണ്ട്, അതിനപ്പുറമൊന്നും പറയാനില്ല. നിങ്ങൾ തന്നെ പറയുന്നു തിരുത്തൽ വേണമെന്ന്. ഞങ്ങൾ തിരുത്തി. അപ്പോൾ നിങ്ങൾ പറയുന്നു സ്ഥിതി പിടിപ്പുന്നു. ഞങ്ങൾ ആ മതം അംഗീകരിക്കുന്നില്ല. ബോധ്യപ്പെട്ട കാര്യം തിരുത്തലാണ് ഇടതുപക്ഷമാണ്. എന്നാൽ തിരക്കൊന്നും ഉണ്ടായിട്ടില്ല, കൃതി ഉണ്ടായിട്ടില്ല. അത് ശരിയായി. ആ പ്രതിമയുടെ നിർമ്മാണത്തിന് വേണ്ടി ഞങ്ങളുടെ പാർട്ടി സമീപിച്ചില്ല ഗവൺമെൻറ്റിനെ. ഞങ്ങളാകെ സമീപിച്ചത് അത് സ്ഥാപിക്കാൻ വേണ്ടി അല്പം സ്ഥലം വേണമെന്ന് പറഞ്ഞു. ആ സ്ഥലം ഗവൺമെൻറ് തന്നു. അതിനപ്പുറം പൊതുവെ നിർമ്മാണത്തിന് വേണ്ടിയുള്ള എന്തെങ്കിലും സഹായം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് ചോദിക്കുന്നില്ല. ഈ പ്രതിമയുമായുള്ള യാത്ര CPM-നുള്ളൊരു മറുപടിയും കൂടിയാണ്. പലപ്പോഴും വിമർശനം ഉന്നയിച്ചതാണ് അച്യുത മേനോൻ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യ സെക്രട്ടറിയാണ്. ഐക്യകേരളം പറഞ്ഞപ്പോൾ തിരുവിതാംകൂറും കൊച്ചിയും മലബാറും കൂടെ ചേർന്ന് ഐക്യകേരളം പറഞ്ഞപ്പോൾ കേരളത്തിലെ പാർട്ടിയുടെ ഒന്നാം സെക്രട്ടറി അച്യുത മേനോനാണ്. അതിനു മുമ്പ് തിരുക്കൊച്ചി പാർട്ടി സെക്രട്ടറിയാണ്.
ആ അച്യുതമേനോൻ CPIയുടെ മാത്രമല്ല, ആ അച്യുതമേനോൻ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ നേതാവാണ്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കെട്ടിപ്പടുക്കാൻ വേണ്ടി ഏറ്റവും ത്യാഗപൂർവ്വം പ്രവർത്തിച്ച, ഏറ്റവും ഭാവനാപരമായി പ്രവർത്തിച്ച, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 57 പഠനപത്രത്തിലേക്ക് രൂപം നൽകാൻ വേണ്ടി മുൻകൈയെടുത്ത സെക്രട്ടറിയാണ് അച്യുതമേനോൻ. അത് അച്യുതമേനോൻ എല്ലാ കമ്മ്യൂണിസ്റ്റുകാരുടെയും നേതാവാണ്. CPM അത് ബോധ്യപ്പെടുന്നില്ല എന്നുള്ളത്. ഇല്ലില്ല, ഒരിക്കലും ഇല്ല. ശരിയാണ്.